Good morning, dear students. Welcome back to Engineering Graphics class. Today we will discuss helix, that is another type of curve. In last class we have gone through or studied involute and cycloid. ഇൻവല്യൂട്ടും സൈക്ലോയിഡും പഠിച്ചു. അതില് ഒരു പോയിന്റില് ടാൻജന്റ് വരയ്ക്കാനും നോർമൽ വരയ്ക്കാനും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹെലിക്സ് എന്ന ഒരു കർവാണ്. നമ്മളെല്ലാവരും സ്പ്രിങ്ങുകൾ കണ്ടിട്ടുണ്ട്. പല ടൈപ്പ് സ്പ്രിങ്ങുകളുണ്ട്. ഇതൊരു സ്പ്രിങ് ആണ്. ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടോ, ഇങ്ങനെ പിരിഞ്ഞ് 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 മുകളിലേക്ക് പോകുന്നു. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഇതുള്ളത്. ദിസ് ഈസ് കോൾഡ് സിലിണ്ടറിക്കൽ ഹെലിക്കൽ സ്പ്രിംഗ്. ഹെലിക്കൽ സ്പ്രിംഗ്, ഹെലിക്കൽ സ്പ്രിംഗ് അത് തന്നെ സിലിണ്ടറിക്കലാണ്. സിലിണ്ടറിക്കലാണ്. ദാറ്റ് മീൻസ് ഇതിങ്ങനെ പിരിഞ്ഞ് 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 ഒരേ ഡയമീറ്ററിൽ സിലിണ്ടറിക്കൽ ഫോമിലാണ് പോകുന്നത്. സൈക്കിളിലുണ്ട്, നമ്മുടെ പെന്നിലുണ്ട്, നമ്മുടെ ട്രെയിനിൽ, നമ്മൾ ഡെയിലി കാണുന്ന ട്രെയിനിൽ അതിന്റെ ഷോക്ക് അബ്സോർബർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എനർജി സ്റ്റോറിംഗ് ഡിവൈസ് ആണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇത് തന്നെ കോണിക്കൽ രീതിയിലുണ്ടാവും. താഴത്തെ ബേസ് മുകളിലേക്ക് പോകുന്നതോറും സ്പ്രിങ്ങിന്റെ സൈസ് ചെറുതായിട്ട് ചെറുതായിട്ട് വന്നിട്ട് ഈ രീതിയിലുണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ റിമോട്ടിന്റെ ബാറ്ററി അഴിക്കുമ്പോൾ, റിമോട്ടില് ടിവിയുടെ റിമോട്ട്, അതേപോലെ ചെറിയ ഫാനിന്റെ റിമോട്ട്, അതൊക്കെ അഴിക്കുന്ന സമയത്ത് റേഡിയോയുടെ ബാറ്ററി ഇടുന്ന ഭാഗത്ത് ഈ രീതിയിലുള്ള സ്പ്രിംഗ് ആയിരിക്കും. ബേസിന്റെ റേഡിയസ് കൂടുതലായിരിക്കും, ഇവിടെ ടോപ്പില് റേഡിയസ് കുറവായിരിക്കും. ദാറ്റ് ഈസ് അനദർ ടൈപ്പ് കോണിക്കൽ ഹെലിക്കൽ സ്പ്രിംഗ്. കോണിക്കൽ ഹെലിക്കൽ ഹെലിക്കൽ സ്പ്രിംഗ്. അപ്പൊ ഇതെല്ലാം ഒരു ഷേപ്പ് വരുന്നത് ഹെലിക്സ് എന്ന കർവിൽ നിന്നാണ്. ഹെലിക്സ് എന്നുള്ള കർവിൽ നിന്നാണ്. അപ്പൊ ഹെലിക്സ് തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഹെലിക്സ് ക്യാൻ ബി ടു ടൈപ്സ് ഓർ ഇസ് മെയിൻലി ടു ടൈപ്സ്: സിലിണ്ടറിക്കൽ ഹെലിക്സ് ആൻഡ് കോണിക്കൽ ഹെലിക്സ്. അപ്പൊ അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ തിയറി പാർട്ട്, അതിന്റെ എന്താണ് ഡെഫിനിഷൻ, എന്തൊക്കെയാണ് ടേംസ് വരുന്നുള്ളത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. യു ഗോ ത്രൂ ദാറ്റ് ആൻഡ് റൈറ്റ് യുവർ ഓൺ നോട്ട്സ്. അതിൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. എന്നിരുന്നാലും ചില ഭാഗങ്ങളൊക്കെ ഞാൻ പറയാം. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഹെലിക്സ്. ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യാം. സപ്പോസ് എ സിലിണ്ടർ. ഞാൻ ഇവിടെ എൽ എന്ന് മാർക്ക് ചെയ്തിരുന്ന ഹൈറ്റ് തന്നെയാണ് എൽ എന്ന് പറയുന്നത്. എൽ എന്താണെന്ന് വരുന്നത് നോക്കാം. താഴെ ഒരു പോയിന്റ്, മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്. സപ്പോസ് ഈ സിലിണ്ടർ ഒരു യൂണിഫോം സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതേസമയം തന്നെ ഇവിടെ ഒരു പോയിന്റ്, ഈ പോയിന്റ് പി എന്നുള്ള പോയിന്റ് ആംഗുലർ സ്പീഡിൽ, ഒരു ആംഗുലർ വെലോസിറ്റിയിൽ, ഒരു നിശ്ചിത ആംഗുലർ വെലോസിറ്റിയിൽ ആക്സിയൽ ഡയറക്ഷൻ, ഇതിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ, ആക്സിയൽ ഡയറക്ഷനിൽ കൂടി മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അതേ സമയം ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്ത്, നീല കളറുള്ള ലൈൻ നിങ്ങൾക്ക് കാണാം, അത് മൂവ് ചെയ്ത് ഇതിന്റെ ടോപ്പിൽ എത്തുന്നു. അപ്പൊ ആ ടോപ്പിൽ എത്തുമ്പോൾ അങ്ങനെ ആ ഫോം ചെയ്യുന്ന കർവ്, ഈ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന പോയിന്റ് ഇതിന്റെ സർക്കംഫറൻസിൽ കൂടി ഉണ്ടാക്കുന്ന ആ കർവ്, സിലിണ്ടറിന്റെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന കർവ്, അതിനെയാണ് ഹെലിക്സ് എന്ന് പറയുക. സെയിം തന്നെ കോണിന്റെ സർക്കംഫറൻസിലാണ് ഉണ്ടാക്കുന്നത്. കോണിന്റെ ബേസിൽ നിന്ന്, ഇതേപോലെ ഒരു കോണിന്റെ ബേസിൽ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ രീതിയിൽ ഒരൊറ്റ റൊട്ടേഷനിൽ, കോണിന്റെ റൊട്ടേഷനിൽ ടോപ്പിൽ അപ്പെക്സിൽ എത്തുകയാണെങ്കിൽ അതിനെ കോണിക്കൽ ഹെലിക്സ്. ഒറ്റ റൊട്ടേഷനിൽ അപ്പെക്സിൽ എത്തണമെന്നില്ല, അത് പല ഘടകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഒറ്റ റൊട്ടേഷനിൽ ഇതിന്റെ ടോപ്പിൽ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ മുകളിൽ എത്തുകയാണെങ്കിൽ, ഹൈറ്റ് തന്നെ കവർ ചെയ്യുകയാണെങ്കിൽ, ആ ഹൈറ്റ് ഈക്വൽ ടു ലീഡ്. ഒരു റൊട്ടേഷനിൽ, ഒരു സിലിണ്ടറിന്റെ ഒരു റൊട്ടേഷനിൽ പോയിന്റ് മൂവ് ചെയ്യുന്ന ദൂരത്തെയാണ് ലീഡ് എന്ന് പറയുക. ഒരു റെവല്യൂഷനിൽ പോയിന്റ് മൂവ് ചെയ്ത് എവിടെ എത്തുന്നു ആ ലീഡ് എന്ന് പറയും.
സിംഗിൾ സ്റ്റാർ അല്ലെങ്കിൽ പിച്ച്, ഇത് തന്നെയാണ് പിച്ച്, ഒരു കൺസിക്യൂട്ടീവ് പോയിന്റ്, അതൊക്കെ നോട്ട്സിലുണ്ട്. അപ്പൊ ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഇനി നമ്മുടെ കേസിൽ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആൻഡ് റൈറ്റ് സർക്കുലർ കോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്താണ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ? സിലിണ്ടർ മീൻസ് ഹാവിംഗ് എ ബേസ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ. സർക്കുലർ ഫോമിൽ ഒരു ബേസ് ഉണ്ടാവും. ഇതാണ് സിലിണ്ടർ, സ്തൂപം. അതിലെ ബേസ് സർക്കിൾ ആണ്, മുകളിലും സർക്കിൾ ആണ്, ഒരേ ഡയമീറ്റർ ആയിരിക്കും. കൂടാതെ ഇത് തമ്മിൽ രണ്ട് സർക്കിളിന്റെയും കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ദാറ്റ് ഈസ് ആക്സിസ് ഓഫ് ദി സിലിണ്ടർ, ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ബേസ് സർക്കിൾസ്. അത് ബേസ് റേഡിയസിന് 90 ഡിഗ്രി ഉണ്ടാക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഇങ്ങനെ ഉണ്ടാകാം, സിലിണ്ടർ തന്നെ ഇങ്ങനെ ചരിഞ്ഞത് ഉണ്ടാകാം, സിലിണ്ടറിക്കൽ ഷേപ്പ് തന്നെയാണ്, പക്ഷെ റൈറ്റ് സർക്കുലർ അല്ല. ഈ ഇമാജിനറി ലൈൻ 90 ഡിഗ്രി അല്ല ഉണ്ടാക്കുന്നത്, ഒരു ആംഗുലർ വേറെ ആംഗിൾ, വ്യത്യസ്തമായ ആംഗിൾ ആണ് ബേസ് റേഡിയസുമായിട്ട് ഉണ്ടാക്കുന്നത്. സിമിലർലി ഇൻ ദ കേസ് ഓഫ് കോൺ ഓൾസോ, ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ the center of base circle and apex, this is called apex. If this is making 90 degree with base circle radius, it is called right circular cone. Right circular cone ilum cylindrical, right circle cylindrical undaguna helix aanu nammal varakkanayittu pogunnu. So first write a problem. Oru problem avada solve cheyittund. സോ സോൾവ് ചെയ്യാത്ത ഒരു പ്രോബ്ലം നമുക്കത് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ പറയാം. എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 60 mm and height 90 mm rotates uniformly. Full stop. An insect crawls, CRAWLS, at a uniform speed on the surface of the cylinder along a straight line parallel to the axis from the bottom to the top of the cylinder. It travels a height of 90 mm when the cylinder rotates once. Show the path of the insect and name it. Cylinder യൂണിഫോം സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസെക്ട്, ഒരു പ്രാണി ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, നിരങ്ങി നീങ്ങുവാണ്. സിലിണ്ടർ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രാണി 90 മില്ലിമീറ്റർ ഹൈറ്റ് അല്ലെ ദൂരം, വെർട്ടിക്കൽ ഹൈറ്റ് സഞ്ചരിക്കുന്നു. സോ അത് ഹെലിക്സ് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് വ്യൂ വരയ്ക്കണം. നിങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ, നേരെ കാണുമ്പോൾ ഒരു റെക്ടാംഗിൾ ആണ് കാണുക. ഈ രണ്ട് എൻഡും, മുകളിലത്തെ ഒരു എൻഡ്, ഈ എൻഡ്, അതിന്റെ ബേസിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 60, ദെൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 90 ആയിരിക്കും. അപ്പൊ അതൊരു വ്യൂ. ഇനി നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സർക്കിൾ ആണ് കാണുക. ഓക്കെ, അങ്ങനെ രണ്ട് വ്യൂ നിങ്ങൾ വരയ്ക്കണം. അപ്പൊ വരയ്ക്കേണ്ടത് ഫസ്റ്റ്, ഒരു നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർക്കുലർ സിലിണ്ടറിന്റെ ബേസ് വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ. ദെൻ ഇതിന് മുകളിലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ദെൻ ഇതിന്റെ എൻഡിൽ നിന്ന് ഈ സർക്കിളിന്റെ എക്സ്ട്രീം എൻഡിൽ നിന്ന് ടച്ച് ചെയ്ത് വരുന്ന ഒരു ടാൻജൻസ്, രണ്ട് ടാൻജൻസ് വരയ്ക്കുക. അത് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഹൗ മച്ച്? 90 മില്ലിമീറ്റർ, 90 മില്ലിമീറ്റർ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. 90 മില്ലിമീറ്റർ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ സർക്കിൾ വരച്ചു. ഹാവിംഗ് ഡയമീറ്റർ ഈക്വൽ ടു 60 millimeter and draw the
ഫ്രണ്ട് വ്യൂ ഓഫ് ദി സിലിണ്ടർ. അത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതാണ്. ഈ സർക്കിൾ തന്നെ മുകളിലേക്ക് എൻഡിൽ നിന്ന് ടാൻജൻസ് വരച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. സെൻട്രൽ ലൈൻസ് ഒക്കെ ആദ്യം വരയ്ക്കണം. അപ്പൊ ഈ സർക്കിൾ 60 മില്ലിമീറ്ററിന്റെ സർക്കിൾ വരച്ചു. അതിന്റെ എൻഡിൽ നിന്ന് മുകളിലേക്ക് എക്സ്റ്റൻഷൻസ് വരച്ചു. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് 90 മില്ലിമീറ്റർ ഹൈറ്റിൽ സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന 60 mm ഡയമീറ്റർ ഉള്ള സിലിണ്ടറും അതിന്റെ ഹൈറ്റ് 90 മില്ലിമീറ്റർ എന്നാണ്. അടുത്ത സ്റ്റെപ്പ്, ഈ സർക്കിളിനെ എത്രയെങ്കിലും തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ 12 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ദ സർക്കിൾ ഇൻടു 12 ഈക്വൽ പാർട്സ്. 12 ഈക്വൽ പാർട്സ്. And name it from 0 to 11. Left hand 0, 1, 2, 3, 4, 5, 8, 9, 10, 11. ഇനി ഈ ഓരോ പോയിന്റിൽ നിന്നും മുകളിലേക്ക് പ്രൊജക്ഷൻസ് വരയ്ക്കുക. ഡ്രോ പ്രൊജക്ടേഴ്സ് അപ്വേർഡ്സ്. മുകളിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. വേറൊരു കളറിൽ ഞാൻ വരയ്ക്കുന്നു. ഓരോ പോയിന്റിൽ നിന്നും 1 ഉം 11 സെയിം ആയിരിക്കും, 5 ഉം 7 ഉം സെയിം ആയിരിക്കും. പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മുകളിലേക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ 4, 8 ഒരേ ലൈനിലായിരിക്കും. 4, 8. ദെൻ 3, 9 ഇവിടെ ഉണ്ട്. 2, 10 സെയിം ആയിരിക്കും. 2, 10. ദെൻ 1, 11. 1, 11 സെയിം ആണ്. എന്നിട്ട് കറസ്പോണ്ടിങ് പേര് കൊടുക്കുക. ഇവിടെ 0 എന്നുള്ളത് 0 ഡാഷ്. ദെൻ ഇവിടെ 1 ഡാഷ്. ദിസ് ഇസ് 11. 1 ഡാഷ് ആദ്യം, 11 ഡാഷ് പുറകില്. അതായത് മുൻപിൽ നമ്മൾ കാണുമ്പോൾ ആദ്യം 1 ആണ് കാണുക. 11 എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ പുറകിലെ ഭാഗമാണ്. ഇത് 1 ആണെങ്കിൽ ഇതിന്റെ നേരെ പുറകിൽ വരുന്ന ഭാഗമാണ് 11. ഓക്കെ. ദെൻ 2 ഡാഷ്, 10 ഡാഷ്, 3 ഡാഷ്, 9 ഡാഷ്, 4 ഡാഷ്, 8 ഡാഷ്, 5 ഡാഷ്, 7 ഡാഷ്, then 6 ഡാഷ്. ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി ഈ വെർട്ടിക്കൽ ഹൈറ്റ് 90 മില്ലിമീറ്റർ എന്നുള്ള വെർട്ടിക്കൽ ഹൈറ്റ്, ഈ ഹൈറ്റിനെയും സർക്കിളിനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തോ അത്രയും തന്നെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ നേർ പകുതി ഇവിടെ ഒരു ഭാഗം ഞാൻ വരച്ചു. 12 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ട രീതിക്ക് തന്നെ ചെയ്യുക. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലോ ഇൻക്ലൈൻ ലൈൻ മെത്തേഡിലോ ഡിവൈഡ് ചെയ്യുക. Now draw horizontal lines through the divisions. Horizontal lines divisions-il ninnu horizontal lines mark ചെയ്യാം. എല്ലാ പോയിന്റിൽ കൂടി horizontal lines വരയ്ക്കുക. Okay, and name these edges as 1 double dash, 2 double dash, 3 double dash, 4 double dash, 5 double dash, 6 double dash, 7 double dash, 8 double dash, 9 double dash, 10 double dash, 11 double dash and 12 double dash. അപ്പൊ നമ്മൾ സിലിണ്ടർ തന്നിരിക്കുന്ന സിലിണ്ടർ വരച്ചു. അതിന്റെ ടോപ്പ് വ്യൂ സർക്കിൾ വരച്ചു. 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ ലൈൻസ് പ്രൊജക്ട് ചെയ്തു. അതില് സിലിണ്ടറിക്കൽ ഹൈറ്റിനെ 12 ഈക്വൽ പാർട്സ്, അതായത് സർക്കിൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു അത്രയും തന്നെ ആയിട്ട് അതും മാർക്ക് ചെയ്തു. നൗ ഈ ഇൻസെക്ട്, അതായത് ഈ പ്രാണി മൂവ് ചെയ്യുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഇത് ഈ എൻഡാന്ന് വെച്ചു 0 ഡാഷ്. ഈ സർക്കിളില്
ഈ പോയിന്റിലാണ് ആദ്യം ഈ പ്രാണി ഇവിടെ ഇരിക്കുന്നത്. അതിങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് മൂവ് ചെയ്യുന്നു. അടുത്ത ഘട്ടത്തില് ഈ പ്രാണി ദാ ഇവിടെ എത്തും. 1'ൽ കൂടി മൂവ് ചെയ്യുന്ന ലൈനും 1 ഡബിൾ ഡാഷിൽ വരുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സിമിലർലി 2ൽ കൂടി പാസ് ചെയ്യുന്ന ലൈനും 2 ഡബിൾ ഡാഷും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. 3ൽ കൂടി പാസ് ചെയ്യുന്ന ലൈനും 3 ഡബിൾ ഡാഷും 4ൽ കൂടി പാസ് ചെയ്യുന്ന ലൈനും 4 ഡബിൾ ഡാഷിൽ കൂടി വരുന്ന ഹൊറിസോണ്ടൽ ലൈനും 5ൽ കൂടി പാസ് ചെയ്യുന്ന ലൈനും 5 ഡബിൾ ഡാഷിൽ കൂടി പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻ. ദെൻ 6ൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ 6 ഡബിൾ ഡാഷിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ ഇതിന്റെ മുൻഭാഗത്തുള്ള പോയിന്റുകൾ, ഇവിടെ മുൻഭാഗത്തുള്ള ഇത്രയും പോയിന്റ് തന്നെ നമ്മൾ കിട്ടും. ഇനി വരുന്നത് ബാക്കിലാണ്, ഈ സിലിണ്ടറിന്റെ ബാക്കിലാണ്. അപ്പൊ ഈ 7 ഡാഷിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനും 7 ഡബിൾ ഡാഷ് അതവിടെ. ദെൻ 8 ഡബിൾ ഡാഷ്, 9 ഡബിൾ ഡാഷ്, 10 ഡബിൾ ഡാഷ്, 11 ഡബിൾ ഡാഷ് ആൻഡ് 12 ഡബിൾ ഡാഷ്. ഇത്രയും മാർക്ക് ചെയ്യുക. ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ടത് മുൻപിൽ കാണുന്ന ഭാഗം മാത്രം ഫേം ലൈൻ ആയിട്ട് ഈ കർവ് എല്ലാം ജോയിൻ ചെയ്തിട്ട്, ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് ഒരു കർവ് വരയ്ക്കണം. ഓൾസോ മാർക്ക് ദീസ് പോയിന്റ്സ് ആസ് P0, P1, P2, P3, P4, P5, P6, P7, P8, P9, P10, P11, again P0 അല്ലെങ്കിൽ P12 ഇടാം. ഇനി ഈ പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് ഒരു സ്മൂത്ത് കർവ് ലൈക്ക് ദിസ് ഇവിടെ വരാകുമ്പോ സ്മൂത്ത് കർവായി. ഇനി ബാക്ക് സൈഡിലുള്ളത് നമ്മൾ കാണില്ല. ഇൻവിസിബിൾ ലൈൻസിനെ കാണിക്കാനായിട്ട് കണ്ടിന്യൂസ് ലൈൻ അല്ല ഉപയോഗിക്കുക, ഡാഷ്ഡ് തിൻ ലൈൻ, ഇങ്ങനെ ഡാഷ്ഡ് ലൈൻസ് ഉപയോഗിച്ച് ഈ പോയിന്റ്സ് ബന്ധിപ്പിക്കുക. ദിസ് ഈസ് ദ പാത്ത് ഓഫ് ദി ഇൻസെക്ട്. ആ പ്രാണി മൂവ് ചെയ്യുന്ന ഈ പാത്താണ് ഇതിപ്പോ വരച്ചിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ഹെലിക്സ്. എന്നിട്ട് ഇതിനെ പേര് കൊടുക്കണം. ഹെലിക്സ് എന്ന് പേര് കൊടുക്കുക. അതുകൂടാതെ ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ ലെങ്ത് 90 മില്ലിമീറ്റർ, നമ്മൾ ഡയമെൻഷനിങ് റൂൾസ് അനുസരിച്ച് തന്നെ 90 millimeter. Also mark the radius or diameter of the base circle. Diameter ആണ് തന്നിരിക്കുന്നത്. So mark like this. Diametrical ആയിട്ട് ലൈൻ വരച്ചിട്ട് ഇവിടെ ആരോ മാർക്ക് ഇടുക, ഇവിടെ ആരോ മാർക്ക്. Then leader line 560. ഇതാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയുള്ളത് ബുക്കിൽ വേറെ രീതിയിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു റെക്ടാംഗിൾ വരച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് അത്രയും വേണ്ട. ഇത് സർക്കിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സിലിണ്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കാണുക. അത് നമുക്കിപ്പോ വേണ്ട. അത് ഡെവലപ്മെന്റ് കേസിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് സർക്കിൾ വരയ്ക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു സിലിണ്ടർ ഒരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്നു. അതിൽ താഴത്തെ പോയിന്റിൽ നിന്ന് ഒരു ഇൻസെക്ട്, ഒരു പ്രാണി മുകളിലേക്ക് ആക്സിയൽ ഡയറക്ഷനിൽ യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, നീങ്ങുന്നു. ഈ സിലിണ്ടർ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രാണി സിലിണ്ടറിന്റെ ഹൈറ്റ് കവർ ചെയ്യുന്നു, 90 മില്ലിമീറ്റർ കവർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പ്രാണിയുടെ സഞ്ചാരപാത വരച്ച് കാണിക്കുക. ആ പാതയ്ക്ക് അല്ലെങ്കിൽ ആ കർവിന് ഒരു പേര് കൊടുക്കുക. അപ്പൊ സഞ്ചാരപാതയുടെ നമ്മൾ വരച്ചത് മുൻപിൽ കാണുന്ന പാത ക്ലിയർ ആയിട്ടും ബാക്കിൽ ഇത് ഡോട്ടഡ് ലൈൻസ് ഓർ ഡാഷ്ഡ് തിൻ ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ വരച്ചു. ആൻഡ് നെയിംഡ് ആസ് ഹെലിക്സ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പൂർത്തിയാകുന്നത്. ഓക്കെ, നൗ വി വിൽ ഡു എ കോണിക്കൽ ഹെലിക്സ്. ഒരു കോണിക്കൽ ഹെലിക്സ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതായത് ഒരു കോണിന് ചുറ്റും ഇതേപോലെ ഒരു ഹെലിക്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്
നമ്മൾ അടുത്ത് നോക്കാൻ പോകും. ഡ്രോ എ ഹെലിക്സ് ഓഫ് 90 mm pitch for one revolution of a right circular cone of diameter phi equal to 60 mm and height equal to 90 mm. Also show the plan of the helix. ആ ഹെലിക്സ് പ്ലാനിൽ, അതായത് മുകളിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് നേരെ ഉള്ളതുകൊണ്ട് ഒരു സ്പ്രിങ് ഇങ്ങനെ സൈഡിൽ ചുറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. ആ പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കോണിന്റെ കേസിൽ മുകളിൽ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ബേസിൽ താഴോട്ട് വരുമ്പോൾ ഹെലിക്സിന്റെ ഡയമീറ്റർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. നമ്മുടെ ബാറ്ററി വെക്കുന്ന, റിമോട്ടിലെ ബാറ്ററി വെക്കുന്ന ആ സ്പ്രിങ്ങിന്റെ ഷേപ്പ് മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ അകത്ത് ചുരുള് പോലെ ഇങ്ങനെ കാണും. അപ്പൊ അത് ഏത് ഷേപ്പാണ് വരുന്നത്? ഒരു പ്രാവശ്യത്തെ റൊട്ടേഷനിൽ, നമ്മൾ അനേകം ചുരുളുകളാണ് ഇവിടെ കണ്ടത്. ഒരു റൊട്ടേഷനിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ് വരുന്നത്, അത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാ വരയ്ക്കണം നോക്കാം. ഫസ്റ്റ് ഡ്രോ ദ 2 വ്യൂസ്. ഇതേപോലെ തന്നെ 2 വ്യൂസ് വരയ്ക്കണം. സോ ഫസ്റ്റ് ഡ്രോ എ വെർട്ടിക്കൽ സെന്റർ ലൈൻ ഓഫ് സിമെട്രി. ലൈൻ ഓഫ് സിമെട്രി വരയ്ക്കുക. ദെൻ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രി, നമുക്ക് താഴെ സർക്കിൾ വരയ്ക്കാനുള്ളതാണ്. ലൈൻ ഓഫ് സിമെട്രി അത് വരച്ചു. ദെൻ ഡ്രോ ദി സർക്കിൾ. നമുക്ക് വേണ്ട സർക്കിള് വരയ്ക്കുക. സർക്കിള് സർക്കിൾ വരയ്ക്കുക. ദെൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂ, അതായത് കോണിന്റെ മുകളിൽ കൂടെ നോക്കുമ്പോൾ ഇവിടെ അപ്പെക്സ് ആണ്, അത് എ, താഴത്തെ ബേസ് സർക്കിൾ. ഓക്കെ, ദെൻ ഇതിന്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് ലൈൻസ് പ്രൊജക്ട് ചെയ്യുക. ലൈൻസ് ഇങ്ങനെ ടാൻജന്റ് ആയിട്ട് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഇവിടെ നിന്നും ലൈൻസ് ടാൻജന്റ് ആയിട്ട് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. നൗ അതിന്റെ ബേസ് വരയ്ക്കുകയാണ്. കോണിന്റെ ബേസ്, അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 60 ആയിരിക്കും. ബിക്കോസ് ദ സർക്കിളിന്റെ റേഡിയസ് 60 ആണ്. ദെൻ അപ്പെക്സ് ഇവിടെ 90 mm മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 90 mm മാർക്ക് ചെയ്യുക. അപ്പെക്സ് ജോയിൻ ചെയ്യുക. അപ്പെക്സ് ജോയിൻ ചെയ്തു. അപ്പൊ ഈ തന്നിരിക്കുന്ന കോണിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമ്മൾ വരച്ചു. അത് കഴിഞ്ഞാൽ ഈ സർക്കിളിനെ, ബേസ് സർക്കിളിനെ 12 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ 12 തുല്യ ഭാഗങ്ങൾ, 8 ആയിട്ടും ഡിവൈഡ് ചെയ്യാം, 10 ആയിട്ടും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ 12 ആയി കഴിഞ്ഞാൽ അത്രയും ആക്യുറസി ഉണ്ടാവും. സോ ഡിവൈഡ് ദ ബേസ് സർക്കിൾ ഇൻടു 12 ഈക്വൽ പാർട്സ്. Now dividing this base circle into 12 equal parts. And name the parts, name the points 0, 1, 2, 1 to 0 to 11 വരെ മാർക്ക് ചെയ്തു. ഇനി നേരത്തെ നമ്മൾ വരച്ചതാണ് എങ്കിലും ഒന്നുകൂടി കാണിക്കുകയാണ്. ഇതിന്റെ പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു മുകളിലേക്ക്. ഇതിന്റെ ഇവിടുന്ന് പ്രൊജക്ടേഴ്സ്, എൻഡിലെ പ്രൊജക്ടേഴ്സ് ഓൾറെഡി ഉണ്ട്. ദെൻ ഓരോ പോയിന്റ് 5ഉം 7ഉം ഒരേ പോയിന്റ് ആണ്. അവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് വരച്ചു. ദെൻ 8, 4 സെയിം ലൈനിലായിരിക്കും, 8ഉം 4ഉം. ദെൻ 3, 9, 2, 10 മുകളിലേക്ക് പ്രൊജക്ടർ വരച്ചു. 1, 11 പ്രൊജക്ടേഴ്സ് വരച്ചു. ആ കറസ്പോണ്ടിങ് പോയിന്റ്സിനെല്ലാം പേര് കൊടുക്കുക. 0 ഡാഷ്, 1 ഡാഷ്, 11 ഡാഷ്, then 2 ഡാഷ്,
10 dash, 3 dash, 9 dash, 4 dash, 8 dash, 5 dash, 7 dash and 6 dash. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ then connect, this is A, അപ്പെക്സും ഓരോ ഈ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യാം. എയും 5 എന്നുള്ള പോയിന്റ് കണക്ട് ചെയ്തു. ഇവിടെയും കണക്ട് ചെയ്തു. ഇത് വരച്ചു. ഇവിടെ കണക്ട് ചെയ്തു. ഇതിനെയെല്ലാം ജനറേറ്റേഴ്സ് എന്നാണ് പറയാ. അപ്പെക്സിൽ നിന്ന് ഓരോ പോയിന്റിലേക്കും വരയ്ക്കുന്ന, അതായത് ഈ സർക്കുലർ കോൺ ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഇവിടെ വരയ്ക്കുന്ന ഒരു ജനറേറ്റർ, പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് അങ്ങനെ ആണ് ജനറേറ്റേഴ്സ്. നേരെ നോക്കുമ്പോൾ നമ്മൾ എല്ലാം നേരായിട്ട് തോന്നും. ആക്ച്വലി ഇങ്ങോട്ട് തള്ളിയിരിക്കുന്ന ഒരു ഷേപ്പിലേക്കാണ് വരയ്ക്കുന്നത്. അടുത്ത സ്റ്റെപ്പ്, സർക്കിളിനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തോ അത്രയും തന്നെ തുല്യ ഭാഗങ്ങളായിട്ട് ഈ കോണിന്റെ ഹൈറ്റിനെയും ഡിവൈഡ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെയാണ്. പന്ത്രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻസ് ത്രൂ ദീസ്. ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുന്നു. തിൻ ലൈൻസ് ആണ്. തിൻ ലൈൻസിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. And name the points as 1 double dash, 2 double dash, 3 double dash, 4 double dash, 5 double dash, 6 double dash, 7 double dash, 8 double dash, 9 double dash, 10 double dash, 11 double dash, 12 double dash. ഇനി ഇതിന്റെ ഈ ഒരു പോയിന്റ് മൂവ് ചെയ്യുന്ന ആംഗുലർ സ്പീഡിൽ, അല്ലെ ആംഗുലർ നിശ്ചിത കൃത്യമായ ആംഗുലർ സ്പീഡിൽ ഇതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടെത്താനായിട്ട് 1ൽ കൂടി പാസ് ചെയ്യുന്ന ഈ പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അതിലേക്കുള്ള ജനറേറ്റർ A1 ഡാഷ് ജനറേറ്ററും 1 ഡബിൾ ഡാഷും കൂടി മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. A1 dash and 1 double dash, A2 dash and 2 double dash, A3 dash and 3 double dash, A4 dash, 4 double dash, A5 dash and 5 double dash, A6 dash, 6 double dash. അപ്പോൾ മുൻ വശത്തുള്ള പോയിന്റ്സ് കിട്ടി. then ബാക്ക് സൈഡിലെ A7 dash, 7 double dash, A8 dash, 8 double dash, A9 dash, 9 double dash, A10 dash, 10 double dash, 11 dash പോയിന്റ്സ് കിട്ടി. ഇതിനെ ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ കാണുന്ന മാത്രം സ്മൂത്ത് കർവ് ഫേം ലൈൻ ആയിട്ട്, കണ്ടിന്യൂസ് തിൻ ലൈൻ ആയിട്ട് വരയ്ക്കാം. കണ്ടിന്യൂസ് തിൻ ലൈൻ. കണ്ടിന്യൂസ് തിൻ ലൈൻ വരച്ചു. ബാക്ക് സൈഡിലുള്ളത് ഡാഷ്ഡ് തിൻ ലൈൻ, ഡാഷ്ഡ് തിൻ ലൈൻ ആയിട്ട് വരയ്ക്കുക. This is the helix, conical helix, conical helix, conical helix. ഇനി ഇതിന്റെ ഡയമെൻഷൻ ചെയ്യണം. ഇതിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്യുക. that is 90. ഇത് 90 ഹൈറ്റ് മാർക്ക് ചെയ്യുക. this is 90 millimeter. ഇതിന്റെ റേഡിയസും മാർക്ക് ചെയ്യണം. റേഡിയസ് 60 മില്ലിമീറ്റർ ആണ്. സോ മാർക്ക് ദ സെയിം ഓൾസോ. റേഡിയസ് 560. അപ്പൊ ഒരു പാർട്ടേ ആയുള്ളൂ. ഹെലിക്സ് വരച്ചു, നമ്മൾ ഡയമെൻഷൻ മാർക്ക് ചെയ്തു.
ഇനി ഇതിന്റെ പ്ലാനിൽ ഈ ഹെലിക്സിന്റെ ഷേപ്പ് എങ്ങനെയാണ് എന്ന് കൂടി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ടോപ്പ് വ്യൂവിൽ ഇതില് ഈ കർവ് അല്ലെങ്കിൽ ഈ ചുരുണ്ടിരിക്കുന്ന സ്പ്രിങ് മുകളിൽ കൂടി നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ കിട്ടിയ പോയിന്റ്സിൽ നിന്നെല്ലാം കറസ്പോണ്ടിങ് ലൈനിലേക്ക് താഴേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. അതായത് 1 ഡബിൾ ഡാഷും A1 ഡാഷും മീറ്റ് ചെയ്ത പോയിന്റ് ഇവിടെ കിട്ടി. അങ്ങനെ ഓരോ പോയിന്റ് കിട്ടി. അതിൽ നിന്ന് താഴേക്ക് ലൈൻസ് വരയ്ക്കണം. ഈ 3ലും 9ലും മാത്രം വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം നേരെ വരയ്ക്കുക. 3ലും 9ലും വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 1ൽ നിന്ന് ഫ്രം 1 ഡ്രോ എ പെർപെൻഡിക്കുലർ പ്രൊജക്ടർ ഡൗൺവേർഡ്സ് ടു മീറ്റ് ദ ലൈൻ 1, 7. സിമിലർലി അറ്റ് 2ൽ നിന്ന് താഴെ 2ലേക്ക് മീറ്റ് ചെയ്യാനായിട്ട്. ദെൻ 3 ഞാനിപ്പോ വരയ്ക്കുന്നില്ല. ദെൻ 4ൽ നിന്ന് ലൈൻ 4ലേക്ക് മീറ്റ് ചെയ്യാൻ. 4ൽ നിന്ന് ലൈൻ 4ലേക്ക്. 5ൽ നിന്ന് ലൈൻ 5ലേക്ക്. 6 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. 6ൽ നിന്ന് നേരെ താഴേക്ക്. ദെൻ 7ൽ നിന്ന് ഈ ലൈൻ 7ലേക്ക്. 8ൽ നിന്ന് 8ൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിലേക്ക്. ദെൻ 9ന്റെ ഞാൻ അവിടെ നിൽക്കട്ടെ. 10ൽ നിന്ന് 10ൽ പാസ് ചെയ്യുന്ന ലൈനിലേക്ക്. ദെൻ 11ൽ പാസ് ചെയ്യുന്ന ലൈനിലേക്ക്. ദെൻ 12ൽ നിന്ന് നേരെ താഴേക്ക് ഇവിടെ. ഇനി 3യും 9ഉം 3 എന്ന് പറഞ്ഞാൽ ഇത് 3ൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ. അതിന്റെ പുറകിൽ 9 എന്നുള്ള പോയിന്റിലേക്കുള്ള ലൈൻ. അത് നേരെയാണുള്ളത്. അപ്പൊ ഇതില് എവിടെ വരയ്ക്കും എന്നറിയാനായിട്ട് ഈ 3യുടെ എൻഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഈ എൻഡ് എടുത്തു. ഈ എൻഡിൽ നിന്ന് നേരെ താഴേക്ക് ഈ ഡയമീറ്ററിലേക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇവിടെ ഈ പോയിന്റ്. അതിനുശേഷം ഇത് സെന്റർ ആക്കിക്കൊണ്ട് ഇത് റേഡിയസിൽ ഇവിടെ ഒരു ആർക്ക്, ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അപ്പൊ 3ലുള്ളതിന് പോയിന്റ് കിട്ടി. സിമിലർലി 9ൽ നിന്ന് പാസ് ചെയ്യുന്ന ലൈൻ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ സെന്റർ ലൈൻ വരെ ഇവിടെ വരച്ചു. ദെൻ ഇവിടെ നിന്ന് ഈ റേഡിയസിലെ ആർക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അപ്പൊ കിട്ടിയ പോയിന്റ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് മാർക്ക് ചെയ്യും. 0 ഇവിടെ ഉണ്ട്, 1 ഉണ്ടത്, 2 ഉണ്ടത്, 3 ഉണ്ടത്, 4, 5, 6, then 7, 8, 9, 10, 11, 12. ഇതാണ് പോയിന്റ്സ്. അപ്പൊ അതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. ലൈക്ക് ദിസ്. ഇവിടെ ഇങ്ങനെ. ഈ ബ്ലാക്ക് വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് ആയിരിക്കും ഇതിന്റെ ടോപ്പിൽ കൂടി കാണുന്ന വ്യൂ. ഈ ഹെലിക്സിന്റെ കോണിക്കൽ ഹെലിക്സിന്റെ ടോപ്പിൽ കൂടി കാണിക്കുന്ന വ്യൂ. അപ്പൊ ഒന്നുകൂടി പറയാം, നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു കോണിക്കൽ ഹെലിക്സ്, ഒരു റൈറ്റ് സർക്കുലർ കോണിന്റെ ചുറ്റും സർക്കംഫറൻസിൽ ഒരു പോയിന്റ് മൂവ് ചെയ്തു ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്ത് കിട്ടുന്ന ആ പാത്ത് ഹെലിക്സ്, കോണിക്കൽ ഹെലിക്സ് ആണ് വരയ്ക്കാൻ പറഞ്ഞത്. ഡയമെൻഷൻസ് 60 mm ഡയമീറ്റർ ഉള്ളതും 90 mm ഹൈറ്റ് ഉള്ള ഒരു റൈറ്റ് സർക്കുലർ കോണാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഡ്രോ ദ ടോപ്പ് വ്യൂ. അപ്പൊ സെന്റർ ലൈൻസ്, ലൈൻ ഓഫ് സിമെട്രി ഇവിടെ വരച്ചു, ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചു. ആൻഡ് വിത്ത് ദ സെന്റർ ആൻഡ് റേഡിയസ് ഈക്വൽ ടു 30, ദാറ്റ്സ് 60ന്റെ പകുതി, 30 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതിന്റെ നേരെ മുകളിലേക്ക് ഈ സൈഡിൽ നിന്ന് ലൈൻസ് പ്രൊജക്ട് ചെയ്ത ശേഷം, അപ്പൊ ഇവിടെ രണ്ടും 60 എന്നുള്ള ഒരു ലൈൻ കിട്ടി. ദെൻ
സെന്റർ ലൈനിൽ 90 മില്ലിമീറ്റർ മാർക്ക് ചെയ്യാം. ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിളിന്റെ ഹൈറ്റ് 90, ബേസിന്റെ സൈസ് 60, സർക്കിൾ 60. അടുത്ത സ്റ്റെപ്പ്, ഈ സർക്കിളിനെ 12 തുല്യ ഭാഗങ്ങൾ എത്രയായിട്ട് ചെയ്യാം? ആക്യുറസിക്ക് വേണ്ടി 12. ചില ബുക്കിൽ 8 ആയിട്ട് ചെയ്തിട്ടുണ്ട്, 10 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ 12 ആയിട്ട് ചെയ്തു. 12 പോയിന്റ്സ് കിട്ടി. 0 to 11 എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ 0 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 13 വരെ പോയിന്റ്സ് ആവും. അപ്പൊ 0 ഇവിടെ ബേസ് 1 2 3 അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത്. ഇനി ഈ ഓരോ പോയിന്റിൽ നിന്നും ഈ നീല ലൈൻസിൽ വരച്ചിരിക്കുന്നതെല്ലാം പ്രൊജക്ടേഴ്സ് ആണ്. 1ൽ നിന്ന് 1 2ൽ നിന്ന് 2 3ൽ നിന്ന് 3 അങ്ങനെ 6 വരെ മുൻപിൽ കാണുന്ന പോയിന്റ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 11 10 9 4 6 7 അതെല്ലാം ബാക്കിൽ കാണുന്ന പോയിന്റുകൾ. 4 പുറകില് 8 5 പുറകില് 7 6. അപ്പൊ അവിടെ കോണിന്റെ ബേസിൽ കുറെ പോയിന്റ്സ് കിട്ടി. ആ പോയിന്റ്സ് എല്ലാം അപ്പെക്സുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പെക്സുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ജനറേറ്റേഴ്സ്, അതായത് ദിസ് വൺ, ഇതാണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് കോണ്. അപ്പൊ ഇതിലെ ഈ ബേസ് സർക്കിൾ ആണ് ഇത് കാണുന്നത്. ആ ബേസ് സർക്കിളിലേക്ക് വരയ്ക്കുന്ന സൈഡിൽ പാർശ്വത്തിൽ കൂടി വരയ്ക്കുന്ന ലൈൻസ് ആണ് ജനറേറ്റേഴ്സ്. ആ ജനറേറ്റേഴ്സ് ആണ് നമുക്ക് നേരെ ഇങ്ങനെ കാണുമ്പോൾ സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് തോന്നുന്നത്. അതെല്ലാം ജനറേറ്റേഴ്സ് വരച്ചു. ഇനി ഈ കോണിന്റെ ഹൈറ്റിനെ 90 മില്ലിമീറ്റർ ഹൈറ്റിനെ സർക്കിളിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തോ അത്രയും നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ദാറ്റ് ഇൻടു 12 ഈക്വൽ പാർട്സ് ആൻഡ് നെയിം ദ പോയിന്റ്സ് ആസ് 1 double dash 2 double dash 3 double dash 4 double dash up to 12 double dash. Okay, next step, mark the intersection of A1 dash and 1 double dash, line passing through A1 dash and 1 double dash. 1 double dash കൂടി പാസ് ചെയ്യുന്ന ലൈനും A1 ഡാഷിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന പോയിന്റ് മാർക്ക് ഇറ്റ് ആസ് P1. then 2 double ഡാഷിലും A2 ഡാഷിലും കൂടി പാസ് ചെയ്യുന്നതിന് P2 എന്ന് കൊടുക്കുക. then P3, P4, P5, P6, ബാക്കിലുള്ള P7, P8, P9, P10, P11, P12 അല്ലെങ്കിൽ P0 എന്ന് കൊടുക്കുക. ദിസ് പോയിന്റ് ഇസ് P0. P12 P0 എന്ന് കൊടുക്കുക. ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് P6 വരെ 0ൽ നിന്ന് 6 വരെ മുൻപിൽ കാണുന്ന പോയിന്റ്സ് ആണ്. ആൻഡ് ഫേം ലൈൻ കണ്ടിന്യൂസ് തിൻ ലൈൻസ് ഉപയോഗിച്ച് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. മറ്റേ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കി ഭാഗം പുറകിലാണ്, കോണിന്റെ പുറകിലാണ്. സോ ഡോട്ടഡ് ലൈൻസ് ഓർ ഡാഷ്ഡ് തിൻ ലൈൻസ്, ഡാഷ്ഡ് തിക്ക് ലൈൻസ്, ഏത് വേണമെങ്കിലും ഡാഷ്ഡ് തിക്ക് ലൈൻസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു കർവ് കിട്ടും. അതാണ് കോണിക്കൽ ഹെലിക്സ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ പാർട്ട്, ഇതിന്റെ പ്ലാനില് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ, ടോപ്പിൽ കൂടി നോക്കുന്ന വ്യൂവിനാണ് പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാനില് ഈ ഹെലിക്സ് എങ്ങനെ ഉണ്ടാകും ആ ഷേപ്പ് കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റില് ഈ P1, P2, P3, P4 എന്നുള്ള എല്ലാ പോയിന്റ്സിൽ നിന്നും താഴേക്ക് ലൈൻസ് വരയ്ക്കണം, എക്സെപ്റ്റ് P3 ആൻഡ് P9. അപ്പൊ കറസ്പോണ്ടിങ് ലൈനിൽ കിട്ടുന്ന പോയിന്റ്സ് എല്ലാം ഇത് കണ്ടോ, ഇതും P1 ഡാഷ്, P2 ഡാഷ്, P3 ഡാഷ്, P4 ഡാഷ്, അങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഇനി P9, P3 എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ഒരു പോയിന്റ് ആണ്. P9 എന്ന് പറഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് പോയിന്റ്, ബാക്കിയെല്ലാം സൈഡിലേക്കുള്ള പോയിന്റ് ആണ്. കറക്റ്റ് ആയിട്ട് കിട്ടും. P3 കിട്ടാനായിട്ട് ഈ 3യിൽ നിന്നുള്ള നേരെ ലൈൻ, 3 എന്നുള്ള ഈ ജനറേറ്റർ മുട്ടുന്ന ലൈൻ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, അവിടെ നിന്ന് നേരെ താഴേക്ക് ഇതിന്റെ സെന്റർ ലൈനിലേക്ക് 0.6 എന്നുള്ള ലൈനിലേക്ക് മുട്ടിക്കുക. ആ പോയിന്റും സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർക്ക് കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഈ 3 എന്നുള്ള ലൈനിൽ പാസ് ചെയ്യുന്നത് ആ പോയിന്റ് മാർക്ക് ചെയ്യുക. സിമിലർലി 9ൽ കൂടി പോയിന്റ് ഇവിടെ നേരെ താഴേക്ക്, ഇവിടെ വേണമെങ്കിലും വരയ്ക്കാം, എല്ലാം കൂടി ക്രൗഡഡ് ആകാതിരിക്കുന്നത്. 9ൽ കൂടി വരുന്ന പോയിന്റ് P9 എന്നുള്ള പോയിന്റ്, ഈ പോയിന്റ് P9 എന്നല്ല, 9ൽ നിന്ന് ഈ ജനറേറ്ററിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് ലൈൻ വരയ്ക്കുക. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റും സെന്റർ നമ്മൾ റേഡിയസ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇനി എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്തിട്ട് ഒരു സ്മൂത്ത് കർവ് വരച്ചു കഴിഞ്ഞാൽ
that will be the required top view of the conical helix. Clear ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വരച്ച് നോക്കണം, വരയ്ക്കാതിരുന്നാൽ ശരിയാവില്ല. താങ്ക് യു.